2006 ആദിവാസികൾക്ക്, പട്ടികജാതിക്കാർക്ക്, പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭൂമി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നിയമം കൊണ്ടുവന്നു കേന്ദ്ര ഗവൺമെൻറ്. ആ നിയമം അനുസരിച്ച് ആദിമനിവാസികൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ അവർക്ക് അവകാശം സ്ഥാപിക്കുന്നൊരു നിയമമായിരുന്നു അവരുടെ. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ കലാപം നടക്കുന്നു എന്ന് പറയുന്ന മണിപ്പൂർ, വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ, മണിപ്പൂർ, മേഘാലയ, ത്രിപുര, മിസോറാം, ആസാം, അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 300-ൽ പരം ഗോത്രവർഗ്ഗക്കാരുണ്ട്. അതിൽ ഹിന്ദു ബേസ്ഡ് ആയിട്ടുള്ള ഗോത്രവർഗ്ഗക്കാരുണ്ട്, ക്രിസ്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഗോത്രവർഗ്ഗക്കാരുണ്ട്, ഇതൊന്നുമില്ലാത്ത ഗോത്രവർഗ്ഗക്കാരുണ്ട്. അപ്പോൾ അവർ ഇന്ന് ഭൂമിയുടെ ജന്മിമാരാണ് അവിടെ സംബന്ധിച്ചിടത്തോളം. അവർ മിലിറ്റൻ്റാണ്, അതുകൊണ്ട് മനസ്സിലാക്കുന്നു. അവർ കുറച്ച് മിലിറ്റൻ്റാണ്. അതുകൊണ്ട് ആ ഭൂമി മുഴുവൻ അവർ കൈവശം വെച്ച് അവർ കൃഷി ചെയ്ത് അവർ അതിൽ നിന്ന് അനുഭവങ്ങളെടുത്ത് ജീവിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി എങ്ങനെയെങ്കിലും തരപ്പെടുത്താനുള്ളൊരു ശ്രമം ഇന്ത്യയിലെ ജന്മിമാരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പുതിയ കോർപ്പറേറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അപ്പോൾ ആ കോർപ്പറേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് 2022 കഴിഞ്ഞ വർഷം പാർലമെൻറ്റിലെ ഒരു മെമ്പറായിട്ടുള്ള രാജേന്ദ്ര അഗർവാൾ ചെയർമാനായിട്ടുള്ള 31 അംഗ ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആദിമനിവാസികൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി എങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും, അത് പിടിച്ചെടുത്തുകൊണ്ട് അവരെ അവിടെ നിന്ന് പുറത്താക്കാൻ സാധിക്കും എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്, ഇപ്പോഴത്തെ മോഡി സർക്കാർ എത്തിച്ചേർന്ന ഒരു നിലപാടാണത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പഠന സെലക്ട് കമ്മിറ്റി, പാർലമെൻറ്റിൻ്റെ ഇരു പാർലമെൻറ്റുകളുടെയും ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട്, അതിൻ്റെ ചെയർമാൻ ആരാണ്? ഞാനിപ്പോൾ പറഞ്ഞ രാജേന്ദ്ര അഗർവാൾ. അദ്ദേഹം BJP-കാരനാണ്. അദ്ദേഹത്തെ ചെയർമാനാക്കിക്കൊണ്ട് 31 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ കമ്മിറ്റിയിൽ ഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ 2 പ്രതികളുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ. അതോടൊപ്പം തന്നെ TMC, ബംഗാളിലുള്ള TMCയുടെ 2 പ്രതിനിധികൾ, മമതാ ബാനർജിയുടെ കീഴിൽ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ 2 പ്രതിനിധികളുണ്ട്, DMKയുടെ 2 പ്രതിനിധികളുണ്ട്, തമിഴ്നാട്ടിലുള്ള DMK. ഈ 6 പ്രതിനിധികൾ ഈ നിയമത്തെ അല്ലെങ്കിൽ ഈ പുതിയ നിർദ്ദേശത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ബാക്കി 25 പേരും ആദിമനിവാസികളുടെ ഈ ഏക്കർ കണക്കിന് ഭൂമി പിടിച്ചെടുക്കാനുള്ള ഒരു നിർദ്ദേശത്തെ അനുകൂലിക്കുകയും ചെയ്തിരിക്കുന്നു. നിർദ്ദേശം എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനം പറയുന്നത്, കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്, ഈ ഏരിയകൾ, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ ചൈനയായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്, ബർമയായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്. അതുകൊണ്ട് ഈ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഭൂമി മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാക്കണം. കാരണം അവിടെ റോഡുകൾ പുതിയതായിട്ടുണ്ടാക്കണം, എയറോഡ്രോമുകൾ പുതിയതായിട്ടുണ്ടാക്കണം, പിന്നെ റിസോർട്ടുകൾ ഉണ്ടാക്കണം, ആസ്പത്രികൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഭൂമി മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡിഫൻസ് സംവിധാനത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് ഈ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ 1980 ഇന്ത്യയിലൊരു നിയമം നിലവിൽക്കുന്നുണ്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. അതായത് വനമായിട്ട് തന്നെ നിലനിർത്തുക. അത് ശ്രീമതി ഇന്ദിരാഗാന്ധി 1972 സ്റ്റോക്ക്ഹോമിൽ പോയി ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുത്തതിന് ശേഷം ഉണ്ടാക്കിയ നിയമങ്ങളുടെ ഭാഗമായിട്ടാണ് 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. ആ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഒരു സംസ്കൃത വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വൻ സംരക്ഷൺ ഏവം സംവർദ്ധൻ അഭിനയം എന്ന് പറഞ്ഞിട്ട് 2022 ഒരു ഭേദഗതി നിയമം പാസ്സാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി അവതരിപ്പിക്കാൻ വേണ്ടി 31 പേരടങ്ങുന്ന ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഈ 2023 ജൂലൈ 20 ആരംഭിക്കുന്ന മൺസൂൺ സെഷനിൽ 5ാമത്തെ ബില്ലായിട്ട് അവതരിപ്പിക്കാനും പോകും. ആ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഈ പറയുന്ന ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആദിമനിവാസികൾ ഉൾപ്പെടുന്ന നമ്മളിപ്പോൾ പറയുന്നവർക്ക് ഒന്നും തന്നെ 1 ഇഞ്ച് ഭൂമി പോലും അവിടെ കിട്ടണമെന്നില്ല. കാരണം 100 കിലോമീറ്റർ ബോർഡർ ഏരിയയിൽ നിന്നും, ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയും, ആ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നും 100 കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത് അധിവസിക്കുന്ന ആദിമനിവാസികളെ അവിടെ നിന്ന് മാറ്റി അവിടെ റോഡുണ്ടാക്കുക, എയറോഡ്രോമുകൾ ഉണ്ടാക്കുക, എയർ സ്പേസ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക,
ഡിഫൻസ് സംവിധാനം മുഴുവൻ അവരുടെ ബാരക്കുകൾ മിലിറ്ററി കൻ്റോൺമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമി പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറവിൽ അഡാനിയും അംബാനിയും ഉൾപ്പെടെയുള്ള വലിയ കോർപ്പറേറ്റുകൾ അവിടെ കടന്നു കയറും. കാരണം ഈ ജോലി മുഴുവൻ അവരെ ഏൽപ്പിക്കാൻ പോണേ. ഈ എയറോഡ്രോമിൻ്റെ വികസനവും അല്ലെങ്കിൽ എയറോഡ്രോം ഉണ്ടാക്കലും റോഡ് ഉണ്ടാക്കലും പാലം ഉണ്ടാക്കലും എല്ലാം അവരെ ഏൽപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവർ കടന്നു കയറുകയും ഈ ആദിമ നിവാസികളെ അവിടെ നിന്ന് അടിച്ച് തുരത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഈ 2023 നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന ഒരു ദുരന്തം കൂടി നമ്മൾ കാണാൻ പോവുകയാണ്. കഴിഞ്ഞ മെയ് 3 മണിപ്പൂരിൽ എന്തുകൊണ്ട് ഒരു കലാപമുണ്ടായി? അത് അതിൻ്റെ ബാക്ക് ഹിസ്റ്ററി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏപ്രിൽ മാസം, അതിൻ്റെ തൊട്ട് മുമ്പ് മാസം, അവരുടെ മെറ്റൈ പല പേരുകളും പറയാം, മെറ്റൈ വിഭാഗത്തിൽപ്പെട്ട അവരാണ് അവിടെ ഡോമിനൻസ് മണിപ്പൂരിൽ. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ യോജിച്ചതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആദിവാസികളുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്. മെറ്റൈ വിഭാഗത്തിൽപ്പെട്ട അവരാണ് അവരുടെ സമ്പന്നർ. പിന്നെ അവർ ഹിന്ദു അല്ലെങ്കിൽ ഇപ്പോഴത്തെ BJPയുമായിട്ട് അല്പം ബന്ധമുള്ളവരുമാണ് മെറ്റൈ വിഭാഗത്തിൽപ്പെട്ടവർ. അപ്പോൾ അതിൻ്റെ നേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് പ്രമോദ് സിംഗ്, പ്രമോദാണ് പ്രമോദ് സിംഗ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്രപ്രവർത്തകനായിട്ടുള്ള, സ്വതന്ത്ര പത്രപ്രവർത്തകനായിട്ടുള്ള കിരൺ താപ്പറുമായിട്ട് ഒരു അഭിമുഖം നടത്തിയിരുന്നു. അതായത് മെയ് മാസം 3 കലാപം തുടങ്ങുന്നത്. അതിൻ്റെ മുൻ മാസം ഏപ്രിൽ മാസം അതിൽ ഈ പ്രമോദ് സിംഗ് പറഞ്ഞത് ഞങ്ങൾക്ക് രാഷ്ട്രീയമായ പിന്തുണയുണ്ട്, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കയ്യിൽ ധാരാളം തോക്കുകളുണ്ട്, യുവാക്കൾ ധാരാളമുണ്ട്. ഞങ്ങൾ ഈ തോക്കുകൾ മുഴുവൻ തന്നെ കുക്കികൾക്കെതിരെ പ്രയോഗിക്കുവാൻ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് റെക്കോർഡാണ്. ദ വയർ എന്ന് പറയുന്ന ചാനലിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളിത് മുഴുവൻ അവർക്കെതിരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിനുള്ള ഒരു നീക്കം നടത്തിയാൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു അനുമതി കിട്ടിയാൽ, എന്ന് വെച്ചാൽ ഞങ്ങളതിന് തയ്യാറായാൽ, ആ തോക്കുകൾ അവർക്കെതിരെ ഉപയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ കുക്കികൾക്ക് അവിടുന്ന് നാട് വിട്ട് ഓടേണ്ടി വരും. അവരാ കുന്നും മലയും ഉപേക്ഷിച്ച് ഇവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരും. അതിന് സമയം ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് റെക്കോർഡാണ്. അതിന് ശേഷമാണ് മെയ് 3 കലാപം തുടങ്ങുന്നത്. അപ്പോൾ ഗവൺമെൻറ് സ്പോൺസേഡ്, സർക്കാർ എൻകറേജ് ചെയ്ത് നടത്തിയ ഒരു വിപ്ലവമാണ്, അല്ലെങ്കിൽ ഒരു സമരമാണ്, അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു അക്രമമാണ് ഈ പറഞ്ഞ മണിപ്പൂർ നടന്നതെന്നുള്ള കാര്യത്തിന് നമുക്ക് തെളിവാണ്. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? കുക്കികൾ എന്ന് പറയുന്ന വിഭാഗം മലയിലാണ് താമസിക്കുന്നത്, കുന്നുകളിലാണ് താമസിക്കുന്നത്. മറ്റേ മേത്തികൾ വിഭാഗം താഴ്വര പ്രദേശങ്ങളിലാണ്. അവർ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഉയർന്ന തലത്തിലാണ്. അപ്പോൾ അവർക്ക് ഈ സ്ഥലം കൂടി പിടിച്ചെടുത്താൽ മാത്രമേ അവരുടെ ഡോമിനൻസ് ഏരിയ വർദ്ധിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു യുദ്ധപ്രഖ്യാപനമാണ് അവരുടെ നേതാവായിട്ടുള്ള ഈ പ്രമോദ് സിംഗ് ഏപ്രിൽ മാസം നടത്തിയത്. തുടർന്നാണ് മെയ് 3 കലാപം ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറയുന്ന ഇന്ത്യയിലെ ഈ ഗോത്ര വിഭാഗങ്ങളെ ഇല്ലാതെയാക്കുക, അവരെ സാമൂഹികമായ നിലനിൽപ്പ് ചോദ്യം ചെയ്യുക. അങ്ങനെ ഞങ്ങളല്ലാതെ, ഹിന്ദുക്കളല്ലാത്ത ഒരു വിഭാഗം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകരുത്. ഹിന്ദി, ഹിന്ദുസ്ഥാൻ, ഇതാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല ഇന്നവരെ. അവിടുത്തെ ഗവർണർ ഇതിനനുകൂലമാണ്, ബരാൻ സിംഗ് ഇതിനനുകൂലമാണ്. ഈ മേറ്റികൾ ചെയ്യുന്ന ഇതിന് അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ രാജി സമർപ്പിക്കാൻ വേണ്ടി രാജ്ഭവനിൽ പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. പോകുന്ന വഴിക്ക് മേറ്റികളെല്ലാം കൂടി അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹം അത് കീറിക്കളഞ്ഞതായിട്ടാണ് പറയുന്നത്. ഒരു നാടകം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നു. 2031 സെൻസസ് നടക്കുകയാണെങ്കിൽ, നടക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഒരു സെൻസസ് നടക്കുകയാണെങ്കിൽ ആ സെൻസസിൽ ഇവിടുത്തെ മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാവില്ല, ക്രിസ്ത്യൻസ് എന്ന് പറയുന്നൊരു കോളം ഉണ്ടാവില്ല, സിംഗ് എന്ന് പറയുന്നൊരു കോളം ഉണ്ടാവില്ല, സിഖുകാർ, ജൂസ് എന്ന് പറയുന്നൊരു കോളം ഉണ്ടാവില്ല. ഇപ്പോൾ ജൂസ് എന്ന് പറയുന്ന ധാരാളം പേര് ഗോവയിലുണ്ട്, കോളം ഉണ്ടാവില്ല. ബുദ്ധാസ് എന്ന് പറയുന്നൊരു കോളം ഉണ്ടാവില്ല. ഒറീസയിലും അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലും ബുദ്ധാസ് ഉണ്ട്.
മതമില്ലാത്തവർ, ജൈനാസ്, അങ്ങനെ ഒരു കോളം ഉണ്ടാവില്ല. മതമില്ലാത്തവർ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാവില്ല. പകരം 4 കോളം ഉണ്ടാവും. ഒന്ന് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രാസ്. അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോമൺ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ 10% വരുന്ന ആദിമ നിവാസികൾ ഉണ്ടാവില്ല, നോ മോർ. 3% വരുന്ന ക്രിസ്ത്യൻസ്, സിഖുകാർ, ഫാഴ്സികൾ, ജൈനാസ്, ബുദ്ധാസ്, നോൺ ബിലീവേഴ്സ് ഉണ്ടാവില്ല. 50% വരുന്ന ഈഴവ, ജാട്ട്, അതേമാതിരിയുള്ള യുവാക്കൾ ഉണ്ടാവില്ല. അപ്പോൾ എത്രയായി? 14% മുസ്ലിംസ് ഉണ്ടാവില്ല. 26% വരുന്ന പട്ടികജാതിക്കാരുണ്ടാവില്ല. ബാക്കി ഉണ്ടാവുന്ന 7% വരുന്ന ഇവർ മാത്രം ഡോമിനൻസ് വരും. അതായത് ബ്രാഹ്മണർ, ക്ഷത്രിയർ 7%. ബാക്കിയുള്ളത് വൈശ്യരും ഉണ്ടാവും, ശൂദ്രരും ഉണ്ട്. മറ്റവരെല്ലാവരും അങ്ങനെ ക്ലാസിഫൈ ചെയ്യും. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യ രാജ്യം പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.